എൻ്റെ പേര് സൈക്ക് AK. ഞാൻ വടകര ഗവൺമെൻറ് സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. റോബോട്ടിക്സ് എന്ന് കേൾക്കുമ്പോൾ വലിയ എന്തോ കാര്യമാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും പ്രാപ്യമല്ലാത്ത കാര്യമാണ് എന്ന് വിചാരിച്ചെടുത്തുന്നതാണ് കുട്ടികൾക്ക് വളരെ ലളിതമായി, വളരെ സങ്കീർണമായ കാര്യങ്ങൾ പോലും വളരെ ലളിതമായി ഇവർക്ക് റോബോട്ടിക്സ് ക്ലാസ്സിലൂടെ നമുക്ക് ഈ കുട്ടികൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരിലെ ആത്മവിശ്വാസം വർദ്ധിക്കാൻ അത് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും പഠിത്തത്തിൽ നന്നായി ശ്രദ്ധിക്കാനും തുടങ്ങി. അതിൽ തുടക്കം മുതൽ തന്നെ കുട്ടികൾ വളരെ താല്പര്യത്തോടു കൂടിയാണ് ഈ ഒരു ക്ലാസ്സിൽ ഇരുന്നതും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ സംസാരിച്ചതും റെഫർ ചെയ്തും ഒക്കെ വളരെ താല്പര്യത്തോടു കൂടിയായിരുന്നു. അതായത് സാധാരണഗതിയിൽ നമ്മൾ വൈകുന്നേരം 4 മണിക്കാണ് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നമുക്കൊരു 1 മണിക്കൂർ നേരത്തെ ആയിക്കൂടെ, ശനിയാഴ്ച മുഴുവൻ ക്ലാസ് വെച്ചുകൂടെ എന്നുള്ളത്. അപ്പോൾ അവരുടെ ഈ കോഴ്സിലേക്കുള്ള ആ ഒരു ഇൻട്രസ്റ്റ് തന്നെയാണ് അതിൽ നമുക്ക് തെളിഞ്ഞ് കാണുന്നത്. കുട്ടികളെ എനിക്ക് തോന്നുന്നു ഈ റോബോട്ടിക്സിൻ്റെ ഒരു ബേസിക് കാര്യം വളരെ നല്ല രീതിയിൽ തന്നെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങളൊക്കെ അവർ സ്വന്തമായി തന്നെ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈമറി ക്ലാസ്സുകളിൽ തന്നെ അവർക്ക് ഈ ഒരു റോബോട്ടിക്സിൻ്റെ ബേസിക് കിട്ടുക എന്നുള്ളത് നമ്മൾ ഇന്നത്തെ കാലത്ത് അവരെ സംബന്ധിച്ച് അതൊരു വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ക്ലാസ് തുടങ്ങുന്ന ടൈമിൽ കുട്ടികളെ പിടിച്ചിരുത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മാത്രമല്ല കുട്ടികൾക്ക് ഈ തിയറി പോർഷൻസ് ഒക്കെ ഭയങ്കര ഒരു ബോറിങ് ഫീലായിരുന്നു. പിന്നെ കിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടി ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഇപ്പോൾ സാറെ കിറ്റ് എടുക്കുന്നില്ല, ഈ ഇന്നത്തെ ക്ലാസ് കിറ്റില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി. പിന്നെ കിറ്റില്ലാത്തൊരവസ്ഥ വന്നു പോയിരുന്നതാണ്. ഈ റോബോട്ടിക്സ് ക്ലാസ്സിൽ ചേർന്നുകൊണ്ട് എനിക്ക് ടെക് ടോപ്പിൻ്റെ ബൂട്ട് ക്യാമ്പിലോട്ട് 7 ദിവസം ബൂട്ട് ക്യാമ്പിലോട്ട് പോകാൻ പറ്റി. അവിടെ നിന്ന് എനിക്ക് ആർഡുയിനോയെ പറ്റി കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ എൻ്റെ ഓണ്ടർപ്രണറിനെ പറ്റിയും പഠിക്കാൻ പറ്റി. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. ഓർഡിനോ പ്രൊജക്ട്സിനെ കുറിച്ച് പഠിക്കാൻ പറ്റി. പിന്നെ കുറേ ഐഡിയാസ് ഈ ലോകത്തുണ്ട്, അത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റി. വോക്കറോ ഫൗണ്ടേഷനും അതേപോലെ ഡീലൻ ഇൻ്റർനാഷണലിൻ്റെ ടീമും അവരുടെ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ ഒരു കോഴ്സിൻ്റെ ഒരു വർക്ക് തീർച്ചയായും ഞങ്ങൾക്കും അതൊരു എനർജി നൽകിയാണ് ഉണ്ടായത്. അപ്പോൾ വളരെ നല്ല രീതിയിലാണ് ഈ ഒരു 3 മാസക്കാലത്തോളമായി ഈ കോഴ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കൃത്യമായ മോണിറ്ററിങ്ങും ആ ഒരു മോണിറ്ററിങ് സെറ്റപ്പൊക്കെ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾക്കത് ഈ ഒരു കോഴ്സ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്.